എല്ലാവർക്കും ആദ്യത്തെ തന്നെ എന്താ പറയാ ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ആരംഭിക്കുകയാണ്. ഏഹ് ആദ്യമായിട്ട് എന്നെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് എന്താ പറയാ ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം, ശരിക്കും യൂത്ത് ഐക്കൺ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം കൊണ്ട് നടക്കുന്ന, അതിന്റെ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് കൊണ്ട് നടക്കുന്ന കുറെ ലീഡർമാരുണ്ട്. ഞാൻ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം ആയിട്ടേ ഉള്ളൂ ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൂടെ എന്താ പറയാ ഒന്ന് ജോയിൻ ചെയ്ത് ആ ഒരു ഗ്രൂപ്പിന്റെ അംഗമായിട്ട് ശരിക്കും വളരെ ചുരുങ്ങിയ കാലമായിട്ടേ ഉള്ളൂ. അതിന് ഒരു കാരണമായതെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മളെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ സ്വന്തം സ്റ്റാർ എമറാൾഡ് ആയിട്ടുള്ള നമ്മളെ അർജുൻ സാർ കോഴിക്കോടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് സാറിനായിട്ട് പരിചയപ്പെട്ട സമയത്ത് സാറിന്റെ മുൻകൈ എടുത്തിട്ട് ഞാനും എന്റെ കൂടെയുള്ള ഒന്ന് രണ്ട് ആളുകളെയൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞ് അറിയാനിടയായതും അങ്ങനെ ആയതും ഒക്കെ ആ ഒരു വഴിയാണ്. അപ്പം ആദ്യമേ ഒരു വലിയ നന്ദി. എന്താ പറയാ, ശരിക്കും ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ലെവലിൽ നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളോട് വളരെ സ്നേഹത്തോടെ വളരെ അടുപ്പത്തോടു കൂടി പെരുമാറുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റിലൂടെ ആയിരുന്നു ശരിക്കും ഞാൻ അന്നേരം കടന്നുപോയത്. ആ ഒരു ഗ്രൂപ്പിലേക്ക് സാർ ആഡ് ചെയ്ത്, സാർ ഞാൻ ആഡ് ആക്കാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് സാർ ആ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അതിനെ ആഡ് ചെയ്ത് അതിന്റെ ഒരു ഭാഗമായി. പിന്നെ ഇന്ന് രാവിലെ ആണ് എനിക്ക് സത്യത്തിൽ ഒരു കോള് വന്ന് ഏഹ് എന്താണ് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ കൂടെ സാർ ഇന്നത്തെ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും കൂടെ അന്വേഷിച്ചു. അപ്പൊ ഒരു വലിയ നന്ദി സാറിന് അർപ്പിക്കുകയാണ്, നമ്മളെ അർജുൻ സാർ. അതോടൊപ്പം തന്നെ ബിജേഷ് സാർ, നമ്മളെ റോയൽറ്റി അച്ചീവർ ആയിട്ടുള്ള ബിജേഷ് സാറ്. പല തിരക്കുകളും സാറിന്റെ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനിടയിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു MC റോള് വഹിക്കുന്നതിൽ വലിയൊരു നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. പേര് അമൽജിത്ത് എന്നാണ്. നാട് ഇവിടെ കോഴിക്കോട് ബേപ്പൂരാണ് സ്വദേശം. ഒരു 2-3 വർഷമായിട്ട് RCM എന്നുള്ള ഒരു ഫാമിലിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഞാൻ RCMന്റെ ഭാഗമായിട്ട് ആകെ 5 മാസം 6 മാസം തികയുന്നേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ അടിവരട്ട് പറയണം. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷം മുന്നേ RCM ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നത് അച്ഛൻ വഴിയാണ്. അച്ഛൻ ഒരു റോയൽറ്റി അച്ചീവർ ആയിട്ട് ഇപ്പോ RCMൽ നിലകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു സുദിനത്തിൽ പെട്ടെന്ന് ഒരു മൊമെന്റിൽ കയറി വന്ന ഒരു മകൻ മാത്രമായി മാറിപ്പോലുണ്ട് ഇടയ്ക്ക് ഞാൻ. കാരണം RCM എന്താന്നോ ഏതാന്നോ തുടക്ക കാലഘട്ടങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ വേറെന്തൊക്കെയോ മനസ്സിൽ വേറെന്തൊക്കെയോ പല ചിന്തകളും വേറെന്തൊക്കെയോ പല ലക്ഷ്യങ്ങളും വേറെന്തൊക്കെയോ പല കാര്യങ്ങളിൽ ഹരം ആയിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു ഞാനും. ഇന്ന് RCMലേക്ക് എത്തി അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു 5 മാസം തികയുന്ന സമയത്ത് ലോകത്ത് ഇത്രയും നല്ലൊരു സിസ്റ്റം 25 വർഷമായിട്ട്, അതായത് ഈ പറയുന്ന എന്നെക്കാൾ പ്രായമായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഈ ലോകത്ത് പല ആളുകളും പല സ്വപ്നങ്ങളും നിറവേറ്റാൻ പറ്റാതെ ഒരു ഒരു ദിവസത്തെ ഒരു ശരാശരി ജീവിതത്തിന് പോലും ഒക്കാത്ത വിധത്തിലുള്ള സാലറിയും ചെറിയ ചെറിയ സംഭവങ്ങൾക്കും വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്നത് കാണുമ്പോൾ പലപ്പോഴും ദുഃഖം തോന്നലുണ്ട്. അതിന്റെ ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഞാനും. കാരണം ഈ ഒരു മനസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചത് എന്തായിരുന്നു വെച്ചാൽ, ഇന്ന് RCM എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മളെ പോലുള്ള വലിയ 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 ലീഡർമാർ, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ലീഡർമാരെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല എന്താ പറയുക ഒരു എബവ് ആവറേജ് പ്രായത്തിലേക്കുള്ള ആളുകളാണ്. അതിൽ അർജുൻ സാറും അതേപോലെ അക്ഷയ് സാറ് അങ്ങനെ കുറച്ച് 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 ആൾക്കാരാണ് ശരിക്കും നമുക്ക് വലിയ പ്രചോദനമായിട്ട് യൂത്തിനും ഇത് പോസിബിൾ ആണ് എന്നുള്ളത് കാണിച്ചു തരുന്ന കുറച്ച് ലീഡർമാർ. ആ ലീഡർമാരെ എല്ലാവർക്കും ഒരു ആദ്യമേ ഒരു നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എന്റെ സ്വന്തം ലീഡേഴ്സ് ആയിട്ടുള്ള എന്റെ അച്ഛൻ ശ്രീജിത്ത് സാറ്, വേപ്പൂര് ശ്രീ സാറും അതോടൊപ്പം തന്നെ സെൽവരാജ് സാറ്, നമ്മുടെ ഈ ഒരു കുടുംബത്തിലേക്ക് RCM എന്നുള്ളൊരു സിസ്റ്റം ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സെൽവൻ സാറിനും ഷിജു സാറിനും, ഈ ഒരു കോഴിക്കോടുള്ള ഒട്ടുമിക്ക ഷാജു സാറ്, ഒരു മെയിൻ ആയിട്ടുള്ള മെജോറിറ്റി പല ലീഡർമാരായിട്ടും പല നന്ദിയും അർപ്പിക്കാനുണ്ട്. കാരണം ഇവരൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഇന്ന് ഒരിക്കലും അമൽജിത്ത് എന്നുള്ള ഒരാള് വന്നിട്ടുണ്ടാവില്ല. എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോ ഒരു BBA എന്നുള്ളൊരു ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് ജസ്റ്റ് ഇരിക്കുന്നേ ഉള്ളൂ. ഒരു 21 വയസ്സ് ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ ചെറിയ 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 പല 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 സ്വപ്നങ്ങളായിട്ട് പല ആളുകളെയും പറ്റി പറയുന്ന രീതിയിൽ തന്നെ ഏറ്റവും വലിയ സ്വപ്നം ഒരു സമയത്ത്, അതായത് 15-16 വയസ്സ് മുതൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആർമിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു.
ആർമിയിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സേനയുടെ ഭാഗമാവുക. എയർഫോഴ്സ് ആയിരുന്നു ആദ്യം കുറെ ലക്ഷ്യം വെച്ച് നടന്നിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ കരസേന, കരസേനയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള അതിനു വേണ്ടിയിട്ട് ഫൈനൽ എന്താ പറയാ നമ്മുടെ ഫിസിക്കൽ റൗണ്ടുകൾ വരെ കഴിഞ്ഞതിന് ശേഷം ഒരു നൂലനക്കത്തിന് ഒരു പ്രാവശ്യം മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പല സംഭവങ്ങളും വലിയ പ്രചോദനമായിട്ട് എടുത്തിട്ട് ജീവിതത്തിൽ ഒരു ആർമി ഓഫീസറിൽ, അല്ലെങ്കിൽ ഒരു നേവി ഓഫീസർ, അല്ലെങ്കിൽ ഒരു എയർഫോഴ്സ് ഓഫീസർ ആവണം എന്നുള്ളത് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഒരു 15-16 വയസ്സ് വരെ. ആ സമയം മുതൽ തന്നെ ആ സമയം മുതൽ തന്നെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സെറ്റിൽഡ് ആവാൻ പറ്റിയ ഒരു ഫീൽഡാണ് അത് എന്നുള്ളത് എങ്ങനെയോ ആരോ പറഞ്ഞിട്ട് മനസ്സിലായി. പെട്ടെന്ന് ജോലി കയറാം, പെട്ടെന്ന് ജോലിക്ക് കയറുകയാണെങ്കിൽ ഒരു 10-15 വർഷം പണിയെടുക്കുകയാണെങ്കിൽ തന്നെ അവിടുന്ന് റിട്ടയർഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റും. പിന്നെ പണ്ട് മുതൽ NCCന്റെ ഭാഗമായിരുന്ന സമയത്ത് തന്നെ അതിന്റെ പല സംഭവങ്ങളും ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ടും ആ ഒരു ആർമി എന്നുള്ളൊരു സംഗതി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു സിസ്റ്റത്തിന്, അതായത് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളെ കുറിച്ചും ഒന്ന് ശ്രദ്ധിക്കാനും ഒന്ന് വീക്ഷിക്കാനും ഒക്കെ മെല്ലെ 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 ആയി തുടങ്ങിയത്. ആർമിയിലേക്കുള്ള ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ +2 സയൻസ് ഡിഗ്രി അല്ല, ഒരു +2 സയൻസ് കഴിഞ്ഞ് ഡിഗ്രി ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ്സിന് പോകുന്നോ, ബാക്കി എന്തെങ്കിലും ഫോക്കസ് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ആർമി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലത്തെ ഒരു സിസ്റ്റം അല്ല. അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയാ ഒരാളെ മനസ്സും ഒരാളെ ശരീരവും ഒക്കെ അത്രയും കഠിനമാക്കുന്ന രീതിയിൽ ഉള്ള പല സംഭവങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളത് സത്യത്തിൽ അതിന്റെ ഒരു ചെറിയൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലായത് NCC വഴി തന്നെയാണ്. ആ ഒരു വഴി കയറി പല കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി സത്യത്തിൽ ആർമി എനിക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല, ആർമിയിലേക്ക് പോകുന്നതിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം അല്ല അവിടെ ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് സെറ്റിൽഡ് ആയി, പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു 10 വർഷത്തെ അവിടെ സർവീസ് കഴിയുന്നു, അത് കഴിഞ്ഞ് 12 വർഷത്തെ സർവീസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു, ഇവിടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണം. അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ കണ്ട പ്ലാനിന്റെ ഒരു ഡെപ്ത് എനിക്ക് ആ ഒരു സമയത്ത് പിടുത്തം കിട്ടി. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പല ആളുകളും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെയുള്ള പല ആളുകളും ചെയ്തിരുന്ന പരിപാടിയാണ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ MBBS കോഴ്സുകളിലേക്കുള്ള എക്സാം, JEE, അതേപോലെ തന്നെ നീറ്റ് പോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഒരു സമയം വരെ ആലോചിച്ചു. പക്ഷെ ആ ആലോചന ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 10, 20, 22, 23 വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സിന്റെ ഉള്ളിലെങ്കിലും നല്ല ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വരുമാനം എനിക്ക് വരണം. അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. ഒരു ഷോർട്ട് പീരീഡ് വർക്ക് ചെയ്തതിന് ശേഷം നല്ല ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനം വരണമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ആർസ്യം അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് ഒരു രീതിയിലും ചിന്തിക്കാനോ അറിയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അത് എന്തോ ഒരു പരിപാടി, എന്തോ അച്ഛൻ ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി. പക്ഷെ ഒരു രീതിയിലും RCM പോലൊരു സിസ്റ്റം ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല അച്ഛൻ. പണ്ട് ഒരു ജ്വല്ലറി മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ ഇപ്പൊ പെട്ടെന്ന് RCM ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ സത്യത്തില് അധികം അങ്ങോട്ട് ഡൈജഷൻ എനിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മുതൽ RCM ചെയ്യേണ്ടി വരുന്ന ഒരാളായി മാറും ഞാനും എന്നുള്ളത് ഒരിക്കലും അന്ന് സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു. എന്റെ സ്വപ്നങ്ങളിൽ മറ്റു പല സംഗതികൾ, ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, എനിക്ക് പറ്റിയ ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണോ ഡോക്ടർഷിപ്പ് ആണോ എന്ന് ഞാൻ ചിന്തിച്ച സമയത്ത് അത് രണ്ടും എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഒരു 5-8 വർഷം അതിനു വേണ്ടിയിട്ട്, ഒരു 4 വർഷം കോഴ്സ് എടുത്ത് അത് കഴിഞ്ഞ് 2-3 വർഷം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും കളയേണ്ടി വരും എന്നുള്ളത് എന്റെ മനസ്സിലേക്ക് നന്നായി കയറിയിട്ടുള്ള ഒരു റിയാലിറ്റി ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ആർമിയും ഇല്ല, ബാക്കിയുള്ള കോഴ്സുകളും ഇല്ല നിൽക്കുന്ന സമയത്ത് BBAക്ക് കയറാന്ന് വിചാരിച്ചു. BBA എന്നുള്ള കോഴ്സ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളിലേക്ക് തന്നെ നീങ്ങാലോ എന്നുള്ള ഒരു മൈൻഡിൽ അവിടെ കയറി. അവിടെ കയറിയതേ ഓർമ്മയുള്ളൂ. കയറി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് NCC കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ കുറെ ക്ലബ്ബുകൾ. പിന്നെ കോളേജ് ആവുമ്പം നമുക്കറിയാലോ അതിൻ്റെതായ കുറേ ഒരു ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് വലിയ സംഭവമാണെന്ന് തോന്നുന്ന വലിയ ഒരു എന്താ പറയാ മെയിൻ ആണെന്ന് തോന്നുന്ന പല സംഭവങ്ങളും അതിന്റെ വൈത്താലെ സമയം കുറേ ചെലവഴിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ 3 വർഷം സത്യത്തില് 3 മാസം പോലെ അങ്ങോട്ട് കടന്നുപോയി. ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് മനസ്സിലായത് ഡിഗ്രി എന്ന് പറയുന്നത് കഴിയുന്നത് വരെ നമ്മൾ വിചാരിക്കും നമ്മളെ കയ്യിൽ എന്തോ വലിയൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നതെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാവും
വെറും ഒരു ഡിഗ്രിയോ വെറും ഒരു എന്തെങ്കിലും ഒരു ബേസിക് കോഴ്സ് കൊണ്ടോ മാത്രം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ബസ്സിലും നമ്മളെ ഹോട്ടലിലും നമ്മൾ കാണുന്ന, എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന മുഴുവൻ ആളുകളെ കയ്യിലുള്ള ഒരു ബേസിക് ആയുള്ള സംഭവം മാത്രമാണത്. അങ്ങനെ അത് മനസ്സിലായതോട് കൂടിയിട്ട് സത്യത്തില് ആ സമയത്ത് ശരിക്കും ഡിഗ്രീന്റെ സമയത്ത് തന്നെ വേറെ പല ബിസിനസ്സുകൾ, അതായത് ഇപ്പൊ ചെറിയ 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 തോതിലുള്ള ഇവന്റിന്റെ മാനേജ്മെന്റിന്റെ സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും വലിയൊരു രീതിയിൽ എന്താ പറയാ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല എന്നുള്ളത് മാത്രമല്ല, ഭയങ്കര നിരാശ. അതായത് ഒരു ചെറിയ തുച്ഛമായ ഒരു പണത്തിന് വേണ്ടിയിട്ട് 10ഉം 12ഉം 15ഉം മണിക്കൂർ വരെ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളും ദിവസങ്ങളും ഉണ്ടായിരുന്നു. കോഴിക്കോട് അങ്ങാടിന്റെ ഉള്ളില് ശരിക്കും എന്താ പറയാ പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിന്റെ ഉള്ളില് തൊട്ട് ഒരു 100 മീറ്റർ 200 മീറ്റർ അപ്പുറത്തൊക്കെ നമുക്കറിയാം പല രീതിയിലുള്ള ഓടകളും ചാലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഈ ഹാള്, അതായത് ഈ ചെറിയ ഓഡിറ്റോറിയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 100 രൂപ 200 രൂപ അധികം കിട്ടും എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് എന്താ പറയാ പാത്രങ്ങൾ, അതേപോലെ തന്നെ ഡിഷ് കാര്യങ്ങളൊക്കെ കഴുകാനും അത് ലോഡ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ നിന്ന് നേരം വെളുപ്പിച്ചിട്ട് പോലും നമ്മൾ വിചാരിക്കുന്ന എന്താ പറയാ കിട്ടുന്ന പണം ഒരു ദിവസം 2 ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തിരിഞ്ഞു കളിക്കുമ്പോഴത്തേക്കും തീരുന്ന പണത്തിന്റെ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പണിയെടുത്ത് എന്തെങ്കിലും ജീവിതത്തിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം പണ്ട് മുതലേ നമുക്ക് ആരൊക്കെയോ തന്നൊരു വിശ്വാസം അല്ലെ. അതായത് എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാന്നുള്ള ഒരു സംഭവം. പക്ഷെ എല്ല് മുറിയെ മാത്രം നമ്മൾ പണിയെടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക്കിൽ നിന്ന് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ജനറേഷൻ, അതായത് നമ്മളെ യൂത്ത് ജനറേഷൻ ശരിക്കും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ പണിയെടുക്കാൻ തയ്യാറായാൽ നമ്മൾക്ക് ഒരു രീതിയിലും നമുക്ക് സെറ്റിൽഡ് ആയ ഒരു സ്മൂത്ത് ലൈഫ് നമുക്ക് ഒരിക്കലും ഏറ്റെടുക്കാനോ ഒന്ന് കണ്ടറിയാനോ ഒന്ന് നോക്കിക്കാണാനോ പോലും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബേസിക് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ജനറേഷൻ അല്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളിപ്പോ ശരിക്കും ഒരു കോഴിക്കോട് സിറ്റി അല്ലെങ്കിൽ എറണാകുളം സിറ്റി ഏതെങ്കിലും ഒരു 1 2 സിറ്റി നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കതിൽ മനസ്സിലാവും. ഒന്ന് ടൗണിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആളുകൾക്ക് ആവശ്യം ഒരു ബേസിക് സൗകര്യം അല്ല ഇന്ന്. നമ്മളും ആ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകിൽ നമ്മളെല്ലാം ത്യാഗം ചെയ്ത് നമ്മൾ ആർസ്യം അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ചിന്തിക്കാതെ പണിയെടുക്കുക ജീവിക്കുക, പണിയെടുക്കുക ജീവിക്കുക. ജസ്റ്റ് ഒബേ ദ ബോസ് നമ്മൾ പറയും ജോബ്. അതേപോലെ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്നാൽ കൊല്ലുമില്ല. നമ്മളെ സ്വന്തം ലീഡർ ഉണ്ട് ഷിജു സാറും അതേപോലെ തന്നെ ശ്രീജിത് സാറും, രണ്ടുപേരും പറയുന്ന ഇടയ്ക്കിടയ്ക്ക് വായിന്ന് വരുന്ന ഒരു ഡയലോഗാണിത്. ഒരു ജോബ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാല് സാലറി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡ്രഗ് എന്നാ പറയാ. നമുക്ക് ഒരു ജോലിക്ക് കയറുന്ന ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളും സന്ദർഭങ്ങളും മൊത്തത്തിൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഡ്രഗ് ആണത് സാലറി എന്ന് പറയുന്നത്. ഒരു 15,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 30,000 നമുക്ക് തരുന്ന സമയത്ത് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ആ ഒരു 20,000-ലും 30,000-ത്തിലേക്കും ഒതുക്കി കെട്ടാന്നുള്ള രീതിയിലേക്ക് നമ്മളെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രീതിയിലും നമ്മുടെ ഒരു വലിയ സ്വപ്നങ്ങളെ നിലനിർത്താതെ ചെറിയ സ്വപ്നങ്ങളിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ജീവിക്കേണ്ടി വരും. ഈ ഒരു ജീവിതത്തിൽ നമ്മളെ ലൈഫ് ടൈം മൊത്തം ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകില്ല. പക്ഷെ നമ്മളെ സ്വപ്നങ്ങളും നമ്മുടെ എന്താ പറയുക നമ്മളെ ചെറിയ തോതിലുള്ള ജീവിതങ്ങളും മാത്രം ഒതുക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സത്യം, നമ്മളൊന്ന് ടൗണിലേക്ക് നമ്മളെ ഒരു വൈഡായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നിതാ അംബാനി എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാം അല്ലെ. നിതാ അംബാനി കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ, അതായത് ഒരു ചെറിയ എന്തോ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ ആ വ്യക്തി പറഞ്ഞ ഒരു സംഭവം എന്താന്ന് വെച്ചാല് എന്റെ മകൾക്ക് വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നു. കാരണം അവളുടെ കോളേജിൽ ഏകദേശം 17ഓളം വിദ്യാർത്ഥികൾ ഒരു ടോയ്ലറ്റിലാണ്
എന്താ പറയാ, യൂറിൻ പാസ് ചെയ്യാൻ അതേപോലെ തന്നെ ഫ്രഷ് അപ്പ് ചെയ്യാനും ഒരു ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത് 17ഓളം വിദ്യാർത്ഥികൾക്ക്. പക്ഷെ അതിന്റെ കമന്റ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ മകളായിട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടു. നമ്മൾ എടുത്തു നോക്കാൻ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളെ ഒന്ന് സംബന്ധിച്ചിടത്തോളം ഒരു 100 ആളോ അല്ലെങ്കിൽ 500 ആളോ പോകുന്ന ടോയ്ലറ്റിൽ പോയാൽ പോലും ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണ് നമ്മളെ ചുറ്റുപാടുള്ളത്. അവരെ ആവശ്യം എന്ന് പറയുന്നത് നിതാ അംബാനി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മകൾക്ക് മകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ടോയ്ലറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ്. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. ഉം. അപ്പം ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ പുറമേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ജനറേഷന് ആവശ്യം ഭക്ഷണമോ ഡ്രസ്സോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളോ അല്ല. നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ലക്ഷറിയുടെ പിന്നാലെ പോകുന്ന, ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് 15,000 രൂപ സാലറിക്ക് ഒരു വ്യക്തി ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് ജോലിയിൽ നിന്ന് സാലറി കിട്ടുന്ന ആദ്യ മാസം EMIക്ക് 1,400,000 രൂപ വില വരുന്ന ഒരു ഫോണും 2,400,000 രൂപ വരുന്ന ഒരു ബൈക്കും ആ വ്യക്തി എടുക്കാൻ മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ലക്ഷറിക്ക് ആഗ്രഹമുണ്ട്. അതായത് ലക്ഷൂറിയസ് ആണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് മാറുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ ലക്ഷൂറിയസ് ആക്കാൻ കെൽപ്പുള്ളതാണോ നമ്മൾ ചിന്തിക്കുക. ആ ചിന്ത ആ ഒരു സമയത്ത് ഡിഗ്രി കഴിയുന്ന ഒരു സമയമായപ്പോഴേക്കും എനിക്കും എൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്ത് അഭയ് സാറ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇടയ്ക്കിടയ്ക്ക് റിയാക്ഷനൊക്കെ അയക്കുന്നുണ്ട്. ആ സാർക്കും ഒരേപോലെ ആ ചിന്താഗതി വന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഞങ്ങൾ ഏറ്റെടുത്തതാണ് RCM ബിസിനസ് എന്നുള്ളതാണ് അതിന്റെ ഒരു ശരിയായ പിക്ചർ. അതിനു വേണ്ടിയിട്ട് നമ്മളെ എന്തിനും ഏതിനും കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തോടുകൂടി നമ്മളെ കൂടെ നിന്ന് തന്നത് മറ്റാരുമല്ല, എനിക്ക് എൻ്റെ കൂടെ എന്തിനും ഏതിനും കിട്ടുന്ന എൻ്റെ സ്വന്തം അച്ഛനും അതേപോലെ തന്നെ അച്ഛന്റെ എന്തിനും ഏതിനും കിട്ടുന്ന സ്വന്തം ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മളെ സെൽവൻ സാറും അതേപോലെ തന്നെ ഷിജു സാറും അങ്ങനെയുള്ള കുറച്ചൊരു വിങ് ഓഫ് ആളുകൾ. ഞാൻ RCM എന്ന് പറഞ്ഞില്ല, ഞാൻ RCM എന്ന് പറഞ്ഞിട്ടുള്ളൂ. വാടാ മോനെ കയറിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കയറി അങ്ങനെ വെൽക്കം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയതാണ് എന്നെ. ഇന്ന് RCMൽ ഒരു 5-6 മാസം കൊണ്ട് വലിയ പിൻ ലെവലുകളിലേക്കൊന്നും എത്തി എന്ന് പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ ഒരു ഓപ്പണർ ലെവലിലേക്ക് എത്താൻ പറ്റി. ഒരു ഓപ്പണർ ആയിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ട് ചില്ലറ കാലം കൊണ്ട് നല്ലൊരു അച്ചീവർ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരും എന്നുള്ള ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. കാരണം ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ പല കാര്യങ്ങളും പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഞാൻ കാണിച്ചു എന്നുള്ളതിനെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിന് പറ്റുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് വെക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഒരു ജോലി നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു ജോലിക്ക് കയറിയിട്ട് സെക്യൂരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക മറ്റൊരാളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട്, മറ്റൊരാളുടെ മൈൻഡ് സെറ്റിൽ തോന്നുന്ന ബുദ്ധി, ആ ഒരു മൈൻഡിൽ തോന്നുന്ന ഐഡിയ, ആ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അയാൾ തരുന്ന ഒരു സെറ്റ് ഓഫ് ടാസ്കുകൾ ഏറ്റെടുത്ത് നമ്മളെ എനർജി മൊത്തം എടുത്ത് ചെയ്താൽ പോലും അതിലെന്തെങ്കിലും ഒരു കുറ്റമുണ്ടോ നോക്കി കണ്ടുപിടിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്കാണ് നമ്മളെ ജോലി നമുക്ക് തരിക. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് മറ്റുള്ളവരെ മുന്നിൽ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം നമ്മൾ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന 95% ആളുകളും നമുക്കറിയാം. ഞാൻ ഈ പറഞ്ഞ ഒരൊറ്റ എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഒരൊറ്റ ആഗ്രഹമാണ്, എങ്ങനെയെങ്കിലും നമ്മളെ കൈമിലുള്ള സംഗതികൾ, നമ്മളെ കൈമിലുള്ള ഗാഡ്ജറ്റ്സ്, നമ്മളെ കയ്യിലുള്ള ലൈഫ് സ്റ്റൈൽ പുറത്തേക്ക് കാണിക്കുന്ന സംഭവങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഞാനും ഒരു വൻ സ്രാവാണ് എന്നുള്ളത് ബാക്കിയുള്ളവരെ തോന്നിപ്പിക്കുക. പക്ഷെ സ്രാവ് പോയിട്ട് എന്താ പറയാ, ഒരു നീർക്കോലിയോ അല്ലെങ്കിൽ ഒരു നെത്തോലി പോലും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പോലും ആവാനുള്ള ഒരു പവർ നമുക്ക് ഒരു രീതിയിലും നമ്മളെ ചുറ്റുപാടുമുള്ള, നമ്മൾ ഇന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഡോക്ടർ ഫീൽഡ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ഫീൽഡ് ആയിക്കോട്ടെ, ബിസിനസ് ഫീൽഡ് ആയിക്കോട്ടെ, MBA, ഏത് കോഴ്സ് നമ്മൾ പഠിച്ചാലും നമ്മളെ ലൈഫിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ കോർപ്പറേറ്റ് ലോകത്തിന് സാധിപ്പിക്കാൻ നമ്മളെ പറ്റില്ല.
അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ലക്ഷൂറിയസ് ലൈഫ് ഈസ് നോട്ട് എ ബിഗ് ഡ്രീം. ഓക്കെ, അപ്പൊ അതായത് നമ്മളെ ഉള്ളിൽ തോന്നുന്ന ലക്ഷൂറിയസ് ആയി ജീവിക്കുമെന്ന് തോന്നുന്ന ഒരു ലൈഫ് സ്റ്റൈലിനോടുള്ള ഇഷ്ടം, അത് ഒരിക്കലും ഒരു ബാഡ് ആയിട്ടുള്ള സംഭവം, ഒരു മോശപ്പെട്ട സംഭവം അല്ല എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ താത്തി കാണുന്ന ഒരു സമൂഹം അല്ല നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഉള്ള സമൂഹത്തിന് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് സത്യത്തിൽ അറിയില്ല. അവർ നോക്കിക്കാണാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ സമൂഹത്തിലുള്ള വൻകിട കമ്പനികളും വൻകിട ബിസിനസ് മാഗ്നറ്റുകളും ഇടുന്ന ഒരു ട്രാപ്പിന്റെ ഒരു ഉള്ളിൽ കടന്നിട്ട് നമ്മൾ തിരിഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ആർ സി എമ്മിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്താണ് നമുക്ക് ആർ സി എം തരുന്നത്? ആർ സി എം എന്താണ് നമുക്ക് തരുന്നത്? കഴിഞ്ഞ ആഴ്ച ഒരു ഞായറാഴ്ച അവസാന നിമിഷത്തിലേക്ക് അർജുൻ സാർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, എന്റെ ഉള്ളിൽ ശരിക്കും സ്പാർക്ക് ആവാന്ന് പറഞ്ഞാൽ ഇത്രയും സ്പാർക്കായ ഒരു പോയിന്റ് സത്യത്തിൽ ഇല്ല. അർജുൻ സാറിന്റെ മകൾ, 1 വയസ്സും 2 മാസവും പ്രായമുള്ള ആ കുട്ടി ഇന്ന് ഒരു മാസം ആ വീട്ടിലേക്ക് അച്ഛൻ, അമ്മ, അച്ചച്ചൻ, അമ്മച്ചൻ എന്നീ 4 ആളുകൾ വഴി വരുന്ന വരുമാനം എടുത്തു നോക്കുകയാണെങ്കിൽ അത് 3-4 ഏകദേശം 7 ലക്ഷത്തിന്റെ പുറത്ത് പെർ മന്ത് ആർ സി എമ്മിലൂടെ വരുമാനം വാങ്ങുന്ന അസറ്റ് വാല്യൂ ഉള്ള ഒരു കുട്ടിയാണത്. ആ കുട്ടിക്ക് 18 വയസ്സാവുമ്പോഴേക്കും ആ കുട്ടിയുടെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും എന്നുള്ള ഒരു ചോദ്യം ശരിക്കും നമ്മൾ ഓരോ ആളുകളുടെ ഉള്ളിലേക്കും ആ ഒരു പ്രോഗ്രാമിൽ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് 17 വർഷം കൊണ്ട് നമ്മള് ഇന്നത്തെ സിസ്റ്റം പ്രകാരം ഒരു കുട്ടിയെ +2 പഠിപ്പിക്കുന്ന സമയം കൊണ്ട് ഈ ഒരു 17 വർഷം കൊണ്ട് ആർ സി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ന് ആ കുട്ടിക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആർ സി എം ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി പോലും ആയിട്ടില്ല. കാരണം 1 വയസ്സും 2 മാസമായിട്ടുള്ള കുട്ടിക്ക്. പക്ഷെ നമ്മുടെ ചിന്താഗതി അപ്പുറത്തേക്ക് ഇന്നൊരു സ്റ്റാർ എമറാൾഡിന്റെ മകളായിട്ട് ജനിക്കുന്ന കുട്ടി 17 വർഷം കഴിയുമ്പോഴേക്കും എത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവും നമ്മൾ ചിന്തിച്ചു നോക്കുക. നേരെ മറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇപ്പൊ ഞാൻ BBA കഴിഞ്ഞ് ഒരു സാധാരണ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഏജന്റ് ആയിട്ടോ എന്തോ ആയിക്കോട്ടെ ഞാൻ പോവുകയാണെങ്കിൽ എത്ര കാലം എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും? അതായത് 22-ാമത്തെ വയസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 15 വർഷം, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് കല്യാണം കഴിയുന്ന കൂട്ടുകയാണെങ്കിൽ പോലും 30-35 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 45-ാമത്തെ വയസ്സിൽ കൂടുതലൊന്നും ഒരു ജോലിക്കും ഇന്ന് ഒരു സെക്യൂരിറ്റിയും ഇല്ല സുഹൃത്തുക്കളെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് എല്ലാവരും പറയായിരുന്നു ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിക്ക് നമ്മൾ കയറിയാൽ നമുക്ക് സെക്യൂരിറ്റിയാണ്, നല്ല കമ്പനീന്റെ കൂടെ കയറിയാൽ സെക്യൂരിറ്റിയാണെന്ന്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടില് ഒരു കമ്പനിക്കും ശരിക്കും നമ്മളെ നോക്കി നമ്മളെ വളർത്തി നമ്മളെ സെക്യൂർഡ് ആക്കേണ്ട ഒരാവശ്യവും ഇല്ല. ആ റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ചുറ്റുപാടുള്ള ആർ സി എം കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളെ ലീഡർമാരെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു 10 അല്ലെങ്കിൽ ഒരു 5 പോട്ടെ ഒരു 3 വർഷം ആർ സി എം ചെയ്ത ആളുകൾക്ക് പോലും തികച്ചും മാന്യമായ രീതിയിൽ തികച്ചും ഒരു 10-40,000-50,000 രൂപയുടെ മുകളിൽ അസറ്റ് ആയിട്ട് അവർക്ക് കാലാകാലത്തേക്കുള്ള അസറ്റ് വാല്യൂ അവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് ഞാനിപ്പോ ചിന്തിച്ചിട്ട് എന്റെ മൈൻഡിൽ വന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, കുറച്ചായിട്ട് ഞാനിപ്പോ ആളുകളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു പോയിന്റ് ആണ്. നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് 25,000 രൂപ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ഉണ്ടെങ്കിൽ നമ്മൾ 10 വർഷം ആ ജോലി ചെയ്യുകയാണെങ്കിലും 10 മാസം നമ്മൾ ആ ജോലി ചെയ്യുകയാണെങ്കിലും ഓരോ മാസം നമ്മൾ തുടങ്ങുന്ന സമയത്തും 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതേ 25,000-ത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ നാട്ടില് 50,000-ത്തിന് കിട്ടിയിരുന്ന ഒരു പവൻ സ്വർണം 1 ലക്ഷം ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി 25,000-ന് ചിലപ്പം 26,532 ആയിട്ടുണ്ടാവുക. ചിന്തിച്ചു നോക്കൂ. അപ്പോ ഈ ഒരു റിയാലിറ്റിയിൽ നമ്മൾ ഓരോ മാസവും നമ്മൾ ഇങ്ങനെ ഒരേ സാലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആർ സി എമ്മിൽ എന്താണ് ശരിക്കും ചെയ്യുന്നത്? തുടക്ക സമയത്ത് ഞാൻ ആർ സി എമ്മിലേക്ക് ജോയിൻ ചെയ്ത് ആർ സി എമ്മിന്റെ കൂടെ ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് 0-യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 0-യിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 10,000-ത്തിലേക്ക്, നമ്മളൊരു റണ്ണർ ലെവലിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു
വിന്നർ ലെവലിലേക്കോ നമ്മൾ എത്തുന്ന സമയത്ത് ആ ഒരു സമയത്ത് പോലും നമ്മൾ ഒറ്റയ്ക്ക് അല്ല നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് റിയാലിറ്റി. രണ്ടാമത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് ഒരു 25,000 രൂപ ജോലിയിൽ വാങ്ങുന്ന ഒരാള് ഈ ഒരു വർഷം മുഴുവൻ അതേ സാലറിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്ന് RCMൽ ഒരു 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ടോ പെർ മന്ത് ഒരു നമ്മളെ ടേൺ ഓവർന്ന് വരുമാനം വരുന്ന ഒരു വ്യക്തി അടുത്ത മാസം വർക്ക് ചെയ്യുന്നത് ആ 26,000 ആക്കാനും 27,000 ആക്കാനും അത് 30,000 ആക്കാനും വേണ്ടിയിട്ടാണ്. ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നത് 25,000 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മാസം നമ്മൾ ഒരു സ്റ്റാർ ലെവൽ അച്ചീവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ വീണ്ടും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ, അതായത് RCM കമ്പനിക്ക് മാത്രം ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളെ പ്രോഡക്റ്റുകൾ ഡെയിലി യൂസ് പ്രോഡക്റ്റുകളാണ്. അതായത് ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഏത് കുടിലും ഏത് കൊട്ടാരത്തിലും പോയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ട പ്രോഡക്റ്റുകൾ നമ്മളെ RCMൽ ഉണ്ട്. നമ്മളെ RCMൽ നമുക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ അത്രയും ക്വാളിറ്റിയും അത്രയും അഫോർഡബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റീയൂസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം നമ്മൾ ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമ്മൾ വേറൊരു ടീമിനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ അടുത്ത മാസത്തേക്ക് വേറൊരാളുകളെ കാണേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ എവിടുന്നാണോ ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മന്തിന്റെ എൻഡിൽ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നിർത്തിയോടത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് പവർ ഓഫ് RCM എന്ന് പറയുന്നത്. ശരിക്കും ഓരോ വ്യക്തിയും പണിയെടുക്കുന്നത് അവനവന്റെയും അവനവന്റെ ടീമിന്റെയും മൊത്തത്തിലുള്ള ഒരു അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഡിഗ്രി BBA കഴിഞ്ഞ് ഈ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ കയറി കൂടിയ സമയത്താണ് ഒന്ന് RCM ചെയ്തു നോക്കാന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഇത്രയൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. ഇത്രയൊക്കെ ചിന്തകൾ ഒരു ദിവസം കയറി വന്നപ്പോഴത്തേക്ക് 2 ദിവസം ഉറക്കം കെട്ട്. പിന്നെ 3-ാമത്തെ ദിവസം ഒന്നും നോക്കിയില്ല. ഇതേ കൂടെ തന്നെ ഉള്ള ഒരാളെ കൂടെ കൂട്ടി RCMൽ അവനും ഒരു ID നമ്പർ എടുത്തു കൊടുത്തു. അവരെ കൂടെയുള്ള കുറച്ച് ആളുകൾക്കും ID നമ്പർ എടുത്തു കൊടുത്തു. മെല്ലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി ഒരു BBA കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഏകദേശം BBA കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള ആള് ഞാൻ പറഞ്ഞത് BCom ആയിരുന്നു കഴിഞ്ഞത്. ഒരു 300 ആളുകളോളം ഏകദേശം ആ ഒരു കോളേജിൽ നിന്ന് മാത്രം ആ വർഷം, അതായത് 2025 പാസ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. BCom ആൻഡ് BBA എന്നുള്ള 2 ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ കോളേജിന്റെ പേരിനും കോളേജിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് അവരൊരു സംഭവം ചെയ്തു, ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് അങ്ങോട്ട് ചെയ്തു. ആ പ്ലേസ്മെന്റ് ഡ്രൈവിൽ നിന്ന് 300 ആളുകളിൽ നിന്ന് പ്ലേസ്മെന്റ് ആണ്, 300 ആളുകളിൽ നിന്ന് 14 ആളുകൾക്ക് ജോലി കിട്ടി. 14 ആളുകൾക്ക് 300 ആളുകൾ പഠിച്ചിറങ്ങിയിട്ട് അതിൽ ഏകദേശം ഒരു 200-200 ചില്ലാൻ ആൾക്കാർ സത്യത്തിൽ പഠിച്ച് എല്ലാ പേപ്പറും പാസ് ഔട്ട് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാ. അതിൽ ഏകദേശം ഒരു 14 ആളുകൾക്ക് വ്യക്തമായ കൃത്യമായ ഒരു ജോലി കൊടുക്കാൻ കമ്പനിക്ക് പറ്റി, കോളേജിനും പറ്റി. വലിയ അന്തസ്സ് തന്നെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ലോഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസും കോളേജിൽ നിന്ന് തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം, പറയുന്ന ഫീസ് തന്നാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. ഒരു 2-3 കൊല്ലം കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അച്ഛന്റെയും അമ്മേന്റെയും വീട്ടിലുള്ള ആൾക്കാരെയും പൈസ മുടിപ്പിക്കാനുള്ള വഴിയും കൂടെ നമ്മൾ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും അബയും ഞങ്ങൾ 2 ആളുകളും ആ 14 ആളുകളില് 12 ആളുകൾ ഇന്ന് ആ കിട്ടിയ പ്ലേസ്മെന്റിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. 2 ആളുകൾ മിസ്സിംഗ് ആണ്. 2 ആളുകൾ ആ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടില്ല. ആ 2 ആളുകൾ ഇന്ന് RCM ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങള് എന്ത് വർക്കിന് പോകുന്ന സമയത്തും എന്ത് പരിപാടിക്ക് പോകുന്ന സമയത്തും
ചില ആളുകളൊക്കെ നമ്മൾ കാണും, കോളേജിൽ പഠിച്ച ആളുകളൊക്കെ നമ്മൾ കാണും. ആ കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന, അല്ല നമ്മൾ ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാടാ, എന്താ പരിപാടി, എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന സമയത്ത് വെറും 7 മാസം കൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന നമുക്കുള്ള ഉത്തരം ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം. കാരണം RCMൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള ആളുകളെ കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് അവരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഉത്തരങ്ങളുണ്ട്. എന്താണ് ഇപ്പൊ പരിപാടി എന്ന് ചോദിക്കുമ്പോ, എന്താടാ എല്ലാ ദിവസവും ഒരേ മാതിരി തന്നെ, പണിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, EMI ഉള്ളതിനെ കൊണ്ട് പോവാൻ വയ്യടാ, വണ്ടി എടുത്തല്ലോ, ഫോൺ എടുത്തല്ലോ. പക്ഷെ ഞാനും എന്റെ കൂടെയുള്ള ആളുകളും എടുത്തു നോക്കുന്ന സമയത്ത്, എന്റെ കൂടെ വന്ന ആളെ എടുത്തു നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ട്രെസ് ഇല്ല. അതായത് ഇവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള ഒരു വർക്കിന്റെ ഫ്ലോ ആവുന്ന സമയത്ത്, ആക്ച്വൽ വർക്ക് ഒരു ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. RCM കമ്പനി ഒരു രീതിയിലും TCG എന്നെ വിളിച്ചിട്ട് അമൽജിത്തെ ഇന്നെന്താ രാവിലെ പണിക്ക് വരാഞ്ഞതെന്ന് ചോദിക്കുന്നില്ല. കാരണം RCM കമ്പനിക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച സിസ്റ്റം റൺ ചെയ്യുന്നത് സെൽഫ് മോട്ടിവേഷന്റെ മുകളിലാണ്. ഒരിക്കലും ഒരു ജോബ് പ്രഷറിന്റെ മുകളിലല്ല, ഒരു വർക്കിംഗ് ബോസിന്റെ മുകളിലല്ല നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഒരു സാലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര ആളുകളെ നമ്മൾ സാർ 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 എന്ന് വിളിച്ച് തല താത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്ന സമയത്ത് RCMൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മുന്നിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയും നമ്മൾ അങ്ങോട്ട് സാർന്ന് വിളിക്കും, ഇങ്ങോട്ടും സാർന്ന് വിളിക്കും. ആ സ്നേഹത്തോടു കൂടെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വിളിയാണത്. നെഞ്ച് വിളി, അല്ലാതെ അത് പേടികൊണ്ടോ അല്ലെങ്കിൽ ഒരു സംഭവമേയല്ല. ആ ഒരു പിക്ചർ ഈ നമ്മൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിരാകരിക്കുന്നതാണ് ബുദ്ധി എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എനിക്കും അബൈസാറിനും പറ്റി. അതുകൊണ്ട് ഞങ്ങൾ RCMലേക്ക് ഇറങ്ങി. ഇനി നമ്മൾ അടുത്തൊരു കാര്യം നോക്കി നോക്കാം. ഈ ഒരു സാലറി ആ ഒരു ശരിക്കും 14 ആളുകൾക്ക് ജോലി കിട്ടി എന്ന് പറയുന്ന സമയത്ത് ബാക്കി ചില ആളുകൾക്ക്, ഒരു 5 ആളുകൾക്ക് വേറൊരു കമ്പനി, ഒരു 5 ആളുകൾക്ക് വേറൊരു കമ്പനി, അങ്ങനെ മൊത്തത്തിൽ ഒരു 50 ആളുകൾക്ക് ഏകദേശം അവിടുന്ന് പ്ലേസ്മെന്റ് വന്നതിൽ ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് ആയിട്ട് വന്നത് ഞാനും അബൈസാറും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു കമ്പനിയിലായിരുന്നു. ആ കമ്പനി ഓഫർ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് ഒരു 19,500 രൂപ സാലറി പ്ലസ് ഒരു ട്രാവൽ ഇൻസെന്റീവ് അടക്കം 22,000 രൂപ മൊത്തത്തിൽ കയ്യിൽ തരാമെന്ന് നമ്മളോട് പറഞ്ഞു. ഒരു ജോലിയും കിട്ടാൻ വേറെ ഒരു വഴിയില്ലാതെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുന്നതാണ് ജോലി. കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനാണ് സാലറിയേക്കാൾ വാല്യൂ എന്ന് നമ്മളെ ഈ ഒരു ജനറേഷനെ പറഞ്ഞ് പഠിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും ഈ ഒരു കമ്പനികൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്നാൽ ഇവിടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെയും ഒരു 10 വർഷം നമ്മൾ ഇന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു ഫീൽഡിന്റെയും ആവശ്യമില്ലാതെ ഓരോ വ്യക്തിക്കും അവനവന്റെ വർക്കിംഗ് ടൈം നിശ്ചയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഫ്രീഡമാണ് ശരിക്കും RCM കമ്പനി നമ്മൾ ഓരോ ആളുകൾക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് പെൺകുട്ടി ആയിക്കോട്ടെ, ആൺകുട്ടി ആയിക്കോട്ടെ, കാലിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിക്കോട്ടെ, തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേണ്ടില്ല, RCM പഠിക്കാൻ നമ്മൾ തയ്യാറാണോ? RCM പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തെയാണ്. പല ആളുകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട്, നെറ്റ്വർക്ക്. യുവർ നെറ്റ്വർക്ക്, യു ആർ ദ ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു ഡെയിലി ഇന്ററാക്ട് വിത്ത് എന്നാ പറയാ. നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന 5 ആളുകൾ ഒരു പണിയില്ലാതെ സിഗരറ്റും വലിച്ച് ഏതെങ്കിലും എന്താ പറയാ, ഏതെങ്കിലും പീഡിയന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുന്ന, രാവിലെ ആയാലും ബൈക്കിന്റെ മുകളിൽ ത്രിപിളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐഫോൺ എടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നും വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് 15,000, 20,000, 25,000 ഒക്കെ മതിയാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അഞ്ചാളുകൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ ആരാണോ അവരെ ആവറേജ് ആണ് നമ്മൾ എന്നാ പറയാ. ആ 5 ആളുകൾ ആരാവണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആ 5 ആളുകൾ മേ ബി നമ്മളെ കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൂടെ ഉള്ള ഒരു
തൊട്ടടുത്തുള്ള റോയൽറ്റി അച്ചീവറും തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർ അച്ചീവറും തൊട്ടടുത്തുള്ള ഒരു വിന്നർ അച്ചീവറും അങ്ങനെയുള്ള കുറച്ച് 5 ആളുകളാണെങ്കിൽ ആറാമത്തെ അച്ചീവർ നിങ്ങൾ തന്നെ ആയി മാറും എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി അടുത്ത എവിടുന്നാണ് ഒരു വെറുതെ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുക, ആ ഇന്റേൺഷിപ്പിന് പോയിക്കുകയാണെങ്കിൽ എന്താ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക, ഒരു സിസ്റ്റം കൂടെ എനിക്ക് ശരിക്കും അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. നമ്മളെ ഈ ജനറേഷനിൽ നമ്മൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് പണ്ട് ഞങ്ങൾ കോളേജിൽ നിൽക്കുന്ന സമയത്ത് പല സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. വെറുതെ ഇന്റേൺഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ കമ്പനിയിലേക്ക് പോവുക, ഓരോ കമ്പനീന്റെ ഒരു മാസത്തെ ഓൺലൈൻ വർക്കുകൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അവരൊരു കമ്പനിയിൽ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം 2 മാസം 3 മാസമൊക്കെ നമ്മൾ വെറുതെ നമ്മളെ ടൈം, നമ്മളെ സമയം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുക. എന്തിനാണെന്നറിയോ? ലിങ്ക്ഡിന്റെ ഉള്ളില്, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് അല്ലെ, നമുക്കറിയാം. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യാൻ, നമ്മളെ CV നിറയ്ക്കാൻ, CV ഇങ്ങനെ നിറച്ചു വെക്കുമ്പോഴാണ് നമുക്ക് ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഒരു ജോലി നമുക്ക് കിട്ടുക. ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കമ്പനികളെ മുന്നിൽ നമ്മളിങ്ങനെ ബലിയാടായിട്ട് തല കുനിച്ച് നിന്ന് കൊടുക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു സംഭവം, ഈ ഒരു സാലറീന്റെ ഒരു സ്ട്രക്ചറിൽ ഇന്ന ഇന്റേൺഷിപ്പുകളും CV മൊത്തം നമ്മൾ നിറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കാം. എന്നാൽ RCMലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതെ, ഒരു കോഴ്സും ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലൈ ചെയ്യാതെ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, ഒരു ഫോട്ടോ കൊടുക്കണം, ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം, ഇത്രേ പണിയുള്ളൂ. പിന്നെ കുറച്ച് എന്താ പറയുക, വീട്ടിൽ നമ്മൾ കുറച്ച് പണിയുണ്ട്. രാവിലെ എണീക്കണം, രാവിലെ എണീറ്റ സമയത്ത് നമ്മൾ എന്താ പറയുക, കുറച്ച് ചായ കുടിക്കണം, സോപ്പ് എടുത്ത് നമ്മൾ RCMന്റെ സെൻസേഷൻ സോപ്പ് എടുത്ത് കുളിക്കണം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നല്ല ഹെവി പണികൾ നമ്മൾ ചെയ്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ജോലി കിട്ടും. ജോലിയല്ല സുഹൃത്തുക്കളെ, ജോലിയല്ല ഇത്. നമുക്ക് തരുന്നത് ഒരു വലിയ കമ്പനിയുടെ 2540 ഏക്കർ വലിപ്പമുള്ള ഒരു കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ ഒരു 2026 ജാനുവരി മാസം 28 ദിവസത്തിന്റെ ഉള്ളിൽ 26 ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. 26 ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ മാത്രം. ഓൾ ഓവർ ഇന്ത്യയിൽ 20,000-ലധികം PUCകൾ, ഔട്ട്ലെറ്റുകൾ, RCMന്റെ മാത്രം പ്രോഡക്റ്റുകൾ വെച്ച് വിൽക്കുന്ന ഒരു കമ്പനിയുടെ പാർട്ട്ണർഷിപ്പാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ഈ ഒരു ചെറിയ സംഭവങ്ങൾ നമ്മൾ ക്രൈറ്റീരിയ നമ്മളൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന സെക്യൂരിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന 10,000-നും 20,000-നും 25,000-നും വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ RCMലേക്ക് വരണ്ട എന്ന് നമ്മളെ ഹേമന്ത് സാർ പറയും. ഹേമന്ത് സാർ ഇല്ലേ, നമ്മളെ ഗ്രേറ്റ് റൂബി ലീഡർ ഹേമന്ത് സാർ നമ്മളോട് പറയുന്ന സംഭവമാണ്, 20,000-നും 25,000-നും വേണ്ടിയിട്ട് RCM ചെയ്യണ്ട, വല്ല സൂപ്പർ മാർക്കറ്റിലും പണിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ വല്ല PSC എഴുതിയെടുത്തോ, അതാ നല്ലത്. അതിന് കിട്ടും 25,000, 30,000, 40,000 ഒക്കെ. നിങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വലുതായി കാണാൻ പറ്റണം. നമ്മുടെ ലക്ഷൂറിയസ് ലൈഫ് ആഗ്രഹിക്കുന്ന ഈ ഒരു ജനറേഷന് ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാനുള്ള അവകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ RCM അല്ലാതെ മറ്റൊരു കമ്പനിക്കും അതിനുള്ള അവസരം നമുക്ക് കൊടുക്കാൻ പറ്റൂല. സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ശരിക്കും ഒരു 1 ടൈം ഡീലുകളല്ല നമ്മൾ നോക്കുന്നത്. അതായത് ഒരു സെയിൽസിൽ നമുക്ക് കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ ഒരാളോട് ഒരു സമയത്ത് അവർ RCM പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലാഭം അല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സാലറി ലോ ആവുന്നത്. നമ്മളെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, 20,000-നെ നമുക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞാൽ സാലറി കിട്ടുമെന്ന് ഭയങ്കരമായ ഒരു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ഇപ്പൊ കോഴിക്കോടൊക്കെ എല്ലാവരും നിൽക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 19,500 തന്നെ വലിയ സാലറി അല്ലേ, അതിന് പോയി ജോയിൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ ആളുകളൊക്കെ നമ്മളെ ഡിഗ്രീന്റെ അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സിന് പോകുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണിത്.
കോളേജ് പ്രൊഫസറായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു BBA കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ചെറിയ കോഴ്സ് കഴിഞ്ഞ 10-20 വർഷം കഴിഞ്ഞ ആളുകൾക്ക് 19,000 അല്ലേ കിട്ടൂ, അതിന് ജോയിൻ ചെയ്യൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഏറ്റവും പ്രൈം ടൈം എനർജി 20,000 അല്ലെങ്കിൽ 30,000 വേണ്ടിയിട്ട് പണിയെടുക്കാനുള്ളതല്ല. നമ്മളെ 20-30 വയസ്സിന്റെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ഒരു പ്രൈം ടൈം എനർജി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കണം. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കാൻ 2 ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നെങ്കിൽ നമുക്ക്, ഞാൻ എൻ്റെ പണ്ടത്തെ മൈൻഡ് സെറ്റിൽ വിചാരിച്ച മാതിരി ഒരു വലിയ ബിസിനസ് തുടങ്ങാം. വലിയ ബിസിനസ് തുടങ്ങാം. വലിയ ബിസിനസ് തുടങ്ങാൻ ഇപ്പം എനിക്ക് പറ്റൂല, കാരണം എൻ്റെ 5ന്റെ വയസ്സുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മൈൻഡിലേക്ക് വെക്കേണ്ടത്, ബിസിനസ് തുടങ്ങാൻ നമുക്ക് പൈസ വേണം, നമുക്കൊരു ക്യാപിറ്റൽ വേണം, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് ഞാനാണ് ചെയ്തതെങ്കിൽ ആർക്കുണ്ടാവും? ആരാണ് ആ ഒരു ബിസിനസ് സിസ്റ്റത്തെ സ്വന്തം ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുക? ഞാൻ മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി എത്ര ആളുകളെ ഞാൻ ആ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്താലും ആ കമ്പനിയിൽ 100% ആളുകളും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വെറും സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മളെ പോലുള്ള വെറും ജോബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആളുകളെ സ്വീകരിച്ച്, ആ ഒരു 20,000-നും 30,000-നും വരുന്ന ആളുകൾ ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് മാത്രമേ അവർ മുന്നോട്ട്, അല്ലെങ്കിൽ ആ ഒരു സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമേ അവർ വർക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പണിയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓൾറെഡി ഏതെങ്കിലും ബിസിനസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ ഓരെ കൂടെ നമുക്ക് ഒരു ടൈപ്പ് കിട്ടുകയാണെങ്കിൽ നല്ല വൃത്തിയാണല്ലേ, കാര്യങ്ങൾ നൈസായിട്ട് നമുക്ക് ഓരോ കൂടെ അങ്ങോട്ട് നിന്നാൽ മതിയല്ലോ, ബാക്കി കാര്യം ഒന്നും അറിയണ്ട. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതായത് ഒരു കമ്പനി ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്, നമ്മളെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് മാർക്കറ്റിൽ, എല്ലാ പണിയും കമ്പനി ചെയ്തോളും. അതിന്റെ ഒരു ചെറിയൊരു മാർക്കറ്റിംഗ് പാർട്ട്ണർ ആയിട്ട് മാത്രം നമ്മൾ അവരെ കൂടെ പാർട്ട്ണർഷിപ്പ് നമുക്ക് തന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമുണ്ട്. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം, അതിന്റെ പേര് ആസ്യം എന്നാണ് കേട്ടോ. അത് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ, അവിടെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഈ അവസരം. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണ്ട, ഒരാള് പിന്നാലെയും നമ്മൾ നിയമ നൂലാമാലകളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് സെക്യൂരിറ്റി, നമുക്ക് വരുമാനം, നമുക്ക് പാർട്ട്ണർഷിപ്പ് വരുമാനം നമുക്ക് കിട്ടും. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇന്ന് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണെന്നറിയോ? ഈ ഗവൺമെന്റിന് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറത്തേക്ക് നമ്മളടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മളെ നാട്ടിലുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, 300 ആളുകള് ഒരു കോളേജില്, ഒരൊറ്റ കോളേജിൽ നിന്ന് മാത്രം BCom BBA കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങിയത് 2025. 2026 മാർച്ച് ആവുന്ന സമയത്ത് അതേ കോളേജിൽ നിന്ന് ഒരു 300 ആളും കൂടെ ഇറങ്ങും. കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ മാത്രം ഏകദേശം 16-17 കോളേജുകളുണ്ട്. ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തികളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓരോ കോഴ്സും കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളെ കേരള ബോർഡ് എക്സാം ഓരോ വർഷവും എഴുതുന്ന കുട്ടികളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ 5 ലക്ഷം 6 ലക്ഷത്തിന്റെ അടുത്താണ് കേരള +2 എക്സാമും കേരള SSLC എക്സാമും ഓരോ വർഷവും എഴുതുന്ന കുട്ടികളുടെ എണ്ണം. ഈ കുട്ടികൾക്കൊക്കെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒരു രീതിയിലും സാധിക്കില്ല എന്നുള്ളത് നമ്മളെ തലച്ചോറ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഒരു ഗവൺമെന്റിനും നമുക്ക് പറ്റൂല. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഒന്ന്, നമുക്ക് ഗവൺമെന്റ് നമുക്ക് ജോലി തരാത്തതിനെ കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റ് നമുക്ക് ജോലി തരുന്നില്ല, ഗവൺമെന്റ് ശരിയില്ല, ഗവൺമെന്റ് ശരിയില്ല, ഗവൺമെന്റ് ശരിയില്ല, ഇവിടുത്തെ സിസ്റ്റം ശരിയില്ല, നാട് ശരിയില്ല, ലോകം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മളെ ആയുസ് മൊത്തം കംപ്ലൈന്റ് ചെയ്ത് തീർക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നല്ലൊരു സിസ്റ്റം നമ്മളെ നാട്ടിലുള്ളത്, RCM പോലൊരു സിസ്റ്റം നമ്മളെ കൈമിലുള്ളത്, നമ്മളത് ഉപയോഗിക്കണം. നമ്മൾ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മളെ സമയത്തെ നമ്മളെ നെറ്റ് വർത്താക്കി മാറ്റാൻ നമുക്ക് പറ്റണം. നമ്മളെ ടൈമിനെ നെറ്റ് വർത്താക്കി മാറ്റാൻ, നമ്മുടെ അസറ്റ് വാല്യൂ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായ ഒരു സംഭവം ഉണ്ട്. ഈ ഒരു സംഭവം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ, ഓരോ ദിവസവും പിറന്നു വീഴുന്ന ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 141 കോടി ജനങ്ങളെ വാഴ്ത്തി തീറ്റി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഒരു രീതിയിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത തലത്തിലേക്ക് നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ആർ സി എമ്മിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആർ സി എമ്മിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള വെറും 4 കോടി 4.5 കോടി ആളുകൾ മാത്രമേ ആർ സി എമ്മിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരു 100 കോടി ആളുകൾ ആർ സി എമ്മിലേക്ക് വന്നാലും അവർക്ക് ജീവിക്കാനും അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാനുള്ള സെറ്റപ്പ്, അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കമ്പനിയിൽ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആർ സി എം പ്രവർത്തകനോട് ഒരു വിദ്വേഷമോ വെറുപ്പോ കാണിക്കാത്തതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്താന്ന് വെച്ചാല് ഇതൊരു നെറ്റ്വർക്ക് ആണെന്നുള്ളതാണ്. കാരണം ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, ഒരു ഓഫീസ് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്കൂൾ തുടങ്ങുന്ന സമയത്ത്, ഒരു ക്ലിനിക്ക് വെക്കുന്ന സമയത്ത്, ആ ആ ഒരു ക്ലിനിക്കിന്റെ ഓപ്പോസിറ്റ് മറ്റൊരു ക്ലിനിക്ക് വരുമ്പോ അവന്റെ ഉള്ളിൽ കത്തുന്നത് തീയായിരിക്കും. കാരണം ദിസ് വേൾഡ് ഈസ് സോ മച്ച് കോമ്പറ്റീഷൻ ഉള്ള അത്രയും ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ഓരോ ആളുകളെ നമ്മൾ വിചാരിക്കുന്നത്, ഇവൻ ഈശ്വര എന്നെക്കാൾ ആർസിയം തലയ്ക്ക് കയറണേ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് അബൈക്കും അതേപോലെ എന്റെ കൂടെയുള്ള എല്ലാവർക്കും ആർസിയം ഒന്ന് തലയ്ക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് അവരെ ഒന്ന് അച്ചീവർ ആയിട്ട് കിട്ടണേന്ന്. എന്നാ പിന്നെ എനിക്ക് സുഖമല്ലോ. അതാണ് ആത്മാർത്ഥമായിട്ട് ഓരോ ആർ സി എം പ്രവർത്തകനോ ചിന്തിക്കുക. കാരണം അവര് വളർന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ, ഞാൻ വളർന്നാലേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, പുറത്ത് വേറെ ഏത് സെക്യൂരിറ്റി ലെസ് ജോബിന് നമ്മൾ പോവുകയാണെങ്കിലും, ഒരു സുഹൃത്തുക്കള് 5 ആളുകൾ ചേർന്നിട്ട് ഒരേ ബിസിനസ് ബേക്കറി തുടങ്ങുകയാണ്. 5 ആളുകൾക്ക് ഒരു ബേക്കറിയിൽ നിന്ന് വീതം കിട്ടാൻ വിചാരിക്കുകയാണെങ്കിൽ, ഒരു ബേക്കറിയിൽ നിന്ന് 5 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ലാഭം കിട്ടും? അപ്പൊ അതിൽ വിദഗ്ധനായിട്ട് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരാളുണ്ടാവും ചിലപ്പോ. ആ വ്യക്തിക്ക് ഒരു ഇത്തിരി ഈഗോ അതിൻ്റെ ഉള്ളിൽ വരൂലേ? ആ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ 5 ആളുകളും തമ്മിൽ തെറ്റിയിട്ട് ചിലപ്പോ ആരും ബിസിനസ് ചെയ്യാതായി പോകും. ഇനി അത് വിടാ, 5 ആളുകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 5 ആളുകൾ 5 ബേക്കറി തുടങ്ങിയെന്ന് വിചാരിക്കുക. ഒരേ വീടിന്റെ അടുത്തുള്ള ആളുകൾ 5 സ്ഥലത്ത് പോയിട്ട് 5 ബേക്കറി തുടങ്ങി. എന്താ വിചാരിക്കുക? എനിക്ക് കിട്ടണ ഈശ്വര അവന് കിട്ടുന്നതിനേക്കാളും കച്ചവടം, എനിക്ക് കിട്ടണ ഈശ്വര അവന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സംഭവം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആർ സി എമ്മിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കൊല്ലത്തായിക്കോട്ടെ, കോട്ടയത്തായിക്കോട്ടെ, കോഴിക്കോടായിക്കോട്ടെ, വയനാടായിക്കോട്ടെ, എവിടെ നിൽക്കുന്നവനായാലും ആർ സി എമ്മിലേക്ക് എത്തുന്ന സമയത്ത് അവന് പെട്ടെന്ന് കുറച്ച് ആളുകളോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണേ, അവന്റെ സ്റ്റേജിൽ സംസാരിക്കാനുള്ള പേടി മാറിക്കിട്ടണേ, അവന് പ്രസന്റേഷൻ സ്കില്ല് കൂടിക്കിട്ടണേ. ഈ ഒരു പ്രാർത്ഥന, ദ പോസിറ്റീവ് എനർജി നമ്മൾ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, ദ ഗിവ് ആൻഡ് ടേക്ക് പോളിസി, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ റെസ്പെക്റ്റും ഈക്വലി ഷെയർ ചെയ്യാണ്. റെസ്പോൺസിബിലിറ്റിയും റെസ്പെക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്ട് എനിക്ക് ഇങ്ങോട്ടും കിട്ടുന്നു. നാളെ ഞാനും ഒരു സ്റ്റാർ എമറാൾഡായിട്ട് ഒരു 400-500 ആളുകളെ കൈകാര്യം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നുള്ള ആഗ്രഹമാണ് നമ്മളെ ഉള്ളിൽ ഓരോ ആളുകൾക്കും സ്വന്തം ബിസിനസ് ആയിട്ട് ഇത് ഏറ്റെടുക്കാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് 30-ാം തീയതി ആവണേ ഈശ്വര, EMI അടച്ച് കഴിഞ്ഞിട്ട് ഒരു മന്തി അടിക്കാനുള്ള പൈസയും കൂടെ എന്റെ കൈമൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. 22-ാമത്തെ വയസ്സിൽ തലമുടി നരച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. 22-ാമത്തെ വയസ്സിൽ കണ്ണിന്റെ ഉള്ളില് പ്രത്യേകതരം എന്തോ ലോഷൻ ഇട്ടിക്കുക. കാരണം 24 മണിക്കൂർ സ്ക്രീനിന്റെ മുന്നിലാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആ രീതിയിൽ നമ്മളെ ഒന്നിനും പറ്റാത്ത ആൾക്കാരാക്കി മാറ്റുന്ന സമയത്ത് ഇനി നമ്മൾ ചിന്തിക്കുക, ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യണോ, അതോ ആർ സി എം പോലെ ഒരു നെറ്റ്വർക്ക് ഏറ്റെടുക്കണോ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു നോക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു സംഭവം കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കാം, ലിവറേജ് ഓഫ് ദ ബിസിനസ്, ലിവറേജ് ഓഫ് ദ ടൈം. ഈ ഒരു ടൈം, ഒരു 20 മുതൽ 40 വയസ്സ് വരെയുള്ള സമയം, ഇന്ന് പണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരു 17-18 വയസ്സ് മുതൽ 56, 60, 65, 70 വയസ്സായ ആൾക്കാർ വരെ പണിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ ഒരു മോഡേൺ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീന്റെ ഉള്ളില് 45-50 വയസ്സിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. മലബാർ ഗോൾഡ് ആയിക്കോട്ടെ, ഇനി ഇവിടെയുള്ള സിൽക്ക് മന്ദിർ, സിൽക്ക് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പല എന്താ പറയാ, പല വലിയ ബിസിനസ്സുകൾ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത്
നമുക്ക് നമ്മുടെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. കാരണം നമ്മളിപ്പോ യങ്ങാ, നമ്മൾ യൂത്താ. ഈ ഒരു സമയം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എനർജി നമ്മൾ കമ്പനികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു രീതിയിലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചൊരു കമ്മിറ്റ്മെന്റോ ഒരു സെക്യൂരിറ്റിയോ തരാത്ത ഒരു ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം 45-40 വയസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു സാലറി അധികം ചോദിച്ചാൽ മതി. സാലറി അധികം ചോദിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് പകരം വരാൻ 10 ആളുകൾ എവിടെ വരി നിൽക്കുന്നുണ്ട് എന്ന് ധൈര്യമായിട്ട് ഏത് കമ്പനിക്കും പറയാൻ മാത്രം പോപ്പുലേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ബിസിനസ്സിൽ നമ്മൾ എന്താണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മളെ ബിസിനസ്സിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ അധികമുള്ള പോപ്പുലേഷൻ. കേരളത്തിൽ മാത്രം 4 കോടിക്ക് പുറത്ത് ജനസംഖ്യയുണ്ട്. കേരളത്തിൽ മാത്രം. ഓൾ ഇന്ത്യയിൽ 141 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഞാനാ. കാരണം ആരൊക്കെ ആർസ്യം ചെയ്താലും കുറച്ചാൾക്കാരെങ്കിലും എനിക്ക് ആർസ്യം പറയാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ. ആ ഒരു സമാധാനം. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു ഗിൽറ്റി ഫീലിംഗ് നമ്മളെ കഴിവിലുള്ള ഓരോ വ്യക്തികളും ഒരു വർക്കിന് കയറുന്ന സമയത്ത് വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടേക്ക് പുറമെ ഒരു ജോബിന് കയറുന്ന സമയത്ത് നല്ല പേര് കിട്ടണം, 4 ആൾക്കാരുടെ ഇടയിൽ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എംബ്ലം കിട്ടണം. അത് കിട്ടുന്ന സമയത്ത് എന്താണ് നമ്മളെ മൈൻഡ് സെറ്റിലേക്ക് കയറുക? നമ്മൾ എന്തോ ആയി നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ സെയിം സാലറി അല്ലെങ്കിൽ സെയിം ഇൻസെന്റീവ് കിട്ടിയിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്കതിലൊരു കാര്യമില്ല. നമ്മൾ ആർസിഎമ്മിൽ ചിന്തിച്ചു നോക്കുക, നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടുന്നുണ്ട്. സ്റ്റാറിലുള്ള ആള് ഒരു സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്തുന്ന സമയത്ത്, സ്റ്റാർ പ്ലാറ്റിനത്തിലുള്ള ആള് ഒരു സ്റ്റാർ എമറാൾഡിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ വരുമാനത്തിൽ വരുന്ന വ്യത്യാസം. അവർക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നുണ്ട്. ആ അച്ചീവ്മെന്റിന്റെ കൂടെ തന്നെ ലിവറേജ്, അതായത് 10 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിസിനസ് പിന്നീട് 2 വർഷം കൊണ്ട് നമുക്ക് അതിന്റെ ഇരട്ടി എത്തിക്കാൻ ചിലപ്പോൾ പറ്റും. കാരണം അതാണ് നമ്മളെ കൂടെയുള്ള ഈ നെറ്റ്വർക്കിന്റെ പവർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും 24 മണിക്കൂർ വീതം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആർസിഎം ബിസിനസ് പോലുള്ള നെറ്റ്വർക്ക് നമുക്ക് തരുന്നത്, എത്ര ആളുകൾ നമ്മളെ കൂടെ ഉണ്ടോ അത്ര ആളുകളെ തല എണ്ണീറ്റ് 24 മണിക്കൂർ നമ്മൾ വെച്ച് ഇൻറ്റു ചെയ്ത് നോക്കാം. ഒരു വ്യക്തി 10 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ അദ്ദേഹത്തിന്റെ സകല എന്റർടൈൻമെന്റും വിട്ടിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ആർസിഎമ്മിൽ ഒരു വ്യക്തി 5 മണിക്കൂർ പണിയെടുത്താൽ മതി. കൂടെ ഒരു 10 ആളുകൾ ഉണ്ടെങ്കിൽ 5x10 50 മണിക്കൂർ ആ ഒരു വ്യക്തിക്കുള്ള പണിയെടുക്കാനുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സംസാരം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ടീമിലുള്ള ആളുകൾ പല ഭാഗങ്ങളിൽ, ചേളാരി, അതേപോലെ തന്നെ വെള്ളിമാടുകുന്ന്, അതേപോലെ തന്നെ നമ്മളെന്താ പറയുക ചെലവൂര്, നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ എൻ്റെ കൂടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ നമുക്ക് പറ്റി. ഇതാണ് നെറ്റ്വർക്കിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ റിലാക്സേഷൻ. പ്രായം കൂടുന്തോറും നമുക്കറിയാം നമ്മളെ ആവശ്യങ്ങളും നമ്മളെ ലക്ഷ്യങ്ങളും നമുക്ക് നമ്മളെ പണത്തിനുള്ള ആവശ്യകത കൂടിക്കൂടി വരെ ചെയ്യാം. ആ സമയത്ത് നമുക്കുള്ള ബിസിനസ്സിലുള്ള ശ്രദ്ധയും ബിസിനസ്സിലുള്ള പെർഫോം ചെയ്യാനുള്ള പവറും നമുക്ക് കുറയും. കാരണം നമ്മളെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആളുകൾ നമ്മളെക്കാൾ സ്ട്രെങ്ത് ഉള്ള ആളുകളാവുമ്പോഴുള്ള പവറും നമുക്ക് കിട്ടുക. അപ്പൊ ഇതാണ് ഈ ലിവറേജ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ പുറത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ കമ്പനീന്റെ മാനേജറുടെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ആ മാനേജർ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ ഓണർ നമ്മളോട് ചോദിക്കും, പഴയ പോലെ സ്പീഡൊന്നും ഇല്ലല്ലോ ഇപ്പം എന്ന് ചോദിക്കും, കണക്കിൽ ചെറിയ പെശകുണ്ടല്ലോ എന്ന് ചോദിക്കും. നമ്മളെ കോൺഫിഡൻസിനെ മാക്സിമം താഴ്ത്തി, നമ്മളെ അപകർഷതാബോധം, നമ്മളെ ഗിൽറ്റി എന്ന് പറയും, നമ്മളെ ഗിൽറ്റി, ആ ഗിൽറ്റിനെസ്സിനെ മാക്സിമം ഉയർത്തിയിട്ട് ഒരാളെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി, അതായത് അവനവനെ കുറിച്ചുള്ള കോൺഫിഡൻസ് മാക്സിമം താഴ്ത്തി കെട്ടിയിട്ട് അവരെ അടിച്ചമർത്തി വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് നമ്മളെ പുറത്തുള്ള കോർപ്പറേറ്റ് വേൾഡിൽ ഒരു അടിമയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ആർസിഎമ്മിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, പണ്ട് ഒരിക്കൽ ഞാൻ ഒരു ചെറിയ ഗൂഗിൾ മീറ്റിലേക്ക് കയറി ഒരു ചെറിയ പ്രോഗ്രാം ചെയ്ത സമയത്ത്
ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ RCM ചെയ്യാൻ അറിയുന്ന വ്യക്തി ഞാനാണെന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻസ് എനിക്ക് ഉയർത്തിത്തരാൻ നമ്മളെ ലീഡർമാർക്കും എന്റെ കൂടെയുള്ള ടീമിലുള്ള ആൾക്കാർക്കും പറ്റി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത് നമ്മൾക്ക് ഒരു പവർ, നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് RCM ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടെയുള്ള ഓരോ സെയിം റാങ്കിലുള്ള ആൾക്കാരെ പോലും നമ്മൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിയിലെ അപ്പുറത്തേക്ക് താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഓരോ വർക്കുകൾ പുറത്ത് നടക്കുന്നത്. അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് നല്ലപോലെ സംസാരിക്കും. ചിലപ്പോൾ നമ്മളോട് വീണ്ടും വീണ്ടും എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഞാനില്ലെങ്കിൽ RCM ബിസിനസ് ഒന്നും ആവില്ലട്ടോ എന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കാൻ വേണ്ടിയിട്ടല്ലോ അത്. നമ്മളും കൂടെ അവരെ കൂടെ കൂടുന്ന സമയത്ത് ഒരു അല്പമെങ്കിലും ഇനി മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിക്ക് കൂടെ ഗുണം കിട്ടട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വ്യക്തി കൂടെ RCMൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇനിയും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചൂസ് ചെയ്യണം? നമ്മളെ മക്കളെ, ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഒരിക്കലും ഒരിക്കലും ഈ ഒരു കഴിഞ്ഞ 3 വർഷത്തിന്റെ ഉള്ളിൽ ഒരു ദിവസം പോലും RCM ചെയ്യൂ അമലെ എന്നിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. നമ്മളെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? നമ്മൾ RCM അറിയുന്ന ആളുകൾ നമ്മളെ വീട്ടുകാരോട് പറയുന്ന തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയും, എടാ RCM ചെയ്തോട്ടോ. ഞാനൊരിക്കല് ഒരു വ്യക്തിയെ, ഒരു സ്ത്രീ, എന്റെ കൂടെ RCMൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. പ്രത്യേകിച്ച് പണിയെടുക്കാനുള്ള മൈൻഡ് സെറ്റേ വെക്കാത്ത ഒരാളാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് അയച്ചിരുന്ന പൈസ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തീർക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന്റെ ക്ഷണം കൊടുത്ത സമയത്ത് ഒരു 21 വയസ്സുള്ള ഒരു മകൻ ഉണ്ട് അവർക്ക്. അപ്പൊ ആ മകന് പുറത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് മോൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, കടയൊന്ന് RCM ചെയ്തോക്ക്. ഇതാണ് RCM പറച്ചില്. പക്ഷെ നേരെ മറിച്ച് ആ ഒരാൾക്ക് കേൾക്കുന്ന സമയത്ത് RCM എന്തോ ഒരു പിടന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനം മാത്രമായിട്ട് നമ്മൾ മാറ്റരുത്. നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ഒരിക്കൽ പോലും അച്ഛൻ എന്നോട് RCM ചെയ്തോ RCM ചെയ്തോ RCM ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇന്റെ പിന്നാലെ നടന്നിട്ടില്ല. അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ RCM എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതെന്ന്. RCM എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതെന്ന്. ഒരു പ്രോഗ്രാമിന്, ഹാൾ മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത്, ഒരു ഗൂഗിൾ മീറ്റ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്വയം അത് പഠിക്കും, നമ്മൾ സ്വയം വിലയിരുത്തും. ആ ചിന്താഗതി നമുക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും മനസ്സിന്റെ ഉള്ളിലുള്ള തലച്ചോറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഹെൽപ്പുള്ളവരായി മാറണം. അതില്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ നമ്മളെ മക്കൾ ഉണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് ഇത് പിടിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മമാർക്ക് ഒരിക്കലും RCM മനസ്സിലാവില്ല ചില സമയത്ത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി, എന്റെ കൂടെ ഉള്ള പല ആളുകളും അതേ സംഭവം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയലുണ്ട്. എന്ത്, ഒരിക്കലും അമ്മേനോട് അമ്മേന്റെ പണി നിർത്തിയിട്ട് RCM ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ ഞാൻ പറയില്ല. ഒരു മീറ്റിങ്ങിന് അവരെ കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് RCM ബിസിനസ് മറ്റൊരു രീതിയിൽ മനസ്സിലാവാനുള്ള ഒരു പുഷ് അവർക്ക് കൊടുക്കാൻ, അവരെ ബ്രെയിനിന് ഒരു കിക്ക് സ്റ്റാർട്ട് കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുക. ഷോ ദ ചേഞ്ച്. ഫസ്റ്റ് പോയിന്റ്, RCM നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലീഡർ ആവിയിട്ട്, അതായത് ടീം ഉണ്ടായിട്ട് ലീഡർ ആവാന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആളുകളെ നമ്മൾ കൂട്ടത്തിൽ കാണാൻ പറ്റും. അതായത് എനിക്കൊരു ടീം ഉണ്ടാവട്ടെ. ഒരിക്കലും ഒരു ഗൂഗിൾ മീറ്റിലേക്ക് ഞാൻ ഒരാളെ സംസാരിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ആളിനോട് പറഞ്ഞൊരു ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു അച്ചീവർ ആവട്ടെ എന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാണ്. അപ്പൊ പ്രോഗ്രാം ചെയ്യുന്നത് എന്തിനാ? പ്രോഗ്രാം ചെയ്യുന്നത് അച്ചീവർ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അച്ചീവർ ആയി കഴിഞ്ഞിട്ടുള്ള വീരവാദം മുഴക്കാനല്ല. അപ്പൊ ഇനി നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു സംഭവം കൂടെ നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഉള്ളിൽ
മാറ്റം വരുന്നുണ്ട് എന്നുള്ളത്, നമുക്ക് മാറ്റം വരുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇനിയും നമ്മൾ പുറമേ ഉള്ള ബാക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നെഗറ്റീവ് കൺസ്യൂം ചെയ്ത് നിൽക്കാതെ നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ പോസിറ്റീവ് എനർജി ഉള്ള ലീഡേഴ്സ് ആവട്ടെ നിങ്ങളെ കൂടെ ഓരോ ദിവസവും എന്നും കോണ്ടാക്ട് ചെയ്യുന്ന ആദ്യ 5 ആളുകൾ. ആറാമത്തെ അച്ചീവർ ആരായി മാറും? നിങ്ങൾ തന്നെ ആയി മാറും, നമ്മൾ തന്നെ ആയി മാറും. നമ്മൾ ഓരോരുത്തർക്കും ആ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റും, എത്താൻ പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സ്ട്രക്ചറും ഈ ഒരു 25 വർഷം കൊണ്ട് കമ്പനി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കമ്പനിയുടെ ഗ്രോത്ത് ഫേസ് വരുന്നത്. RCM കമ്പനിക്ക് എന്ത് ബിസിനസ്സിനും ഒരു ഗ്രാഫ് ഉണ്ട്. എന്ത് ബിസിനസ്സിനും അത് മാർക്കറ്റിങ്ങിന്റെ ഒരു ബേസിക് ലോയാണ്. എന്ത് ബിസിനസ്സിനും ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ട്, ഒരു ഗ്രോത്ത് ഫേസ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു സാച്ചുറേറ്റഡ് ഫേസ് ഉണ്ട്, അതായത് ബൂമിൽ എത്തി നിൽക്കുന്ന ഒരു ഫേസ് ഉണ്ട്. അതിന് ശേഷമാണ് ഓരോ ബിസിനസ്സും. ഇപ്പൊ നമുക്കറിയാം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മളെ അംബാസഡർ കാറ്, അത് പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായി പോകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് ഉയർന്നു അതിന്റെ പീക്കിലെത്തിയപ്പോഴും അതിന് മാറ്റങ്ങൾ ഒന്നും വരാതെ നിന്നത് കൊണ്ടാണ് അത് അങ്ങനെ എൻഡ് ചെയ്ത് പോയത്. എന്നാൽ നമ്മളെ ബിസിനസ് ഈ 25 വർഷം കൊണ്ട് സ്ട്രക്ചറായി മാറിയിട്ടേ ഉള്ളൂ ഇപ്പോഴെന്നാണ് നമ്മളെ TCGയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. 25 വർഷം കൊണ്ട് ഒരു റൂട്ട് മാപ്പ് മാത്രമേ കമ്പനി വരച്ചിട്ടുള്ളൂ എന്നാണ് നമ്മളെ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള TCG സാറുടെ മകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിച്ച് നിൽക്കാം. ഇനി ബാക്കി ഏത് കമ്പനിയെക്കാളും എന്ത് സംഭവത്തിന് സെക്യൂരിറ്റി, സെൽഫ് റെസ്പെക്ട്, ആ ഒരു സംഭവം പുറത്ത് ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് കളഞ്ഞു കുളിച്ച് നിൽക്കുന്ന സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് RCMലൂടെ നമുക്ക് ഉറപ്പു തരാൻ പറ്റും. സെക്യൂരിറ്റി നമുക്ക് ഉറപ്പു തരാൻ പറ്റും. ഓരോ ആളുകൾക്കും ഈ ഒരു നെറ്റ്വർക്ക് അവരവരുടെ നെറ്റ് വർത്താക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചെറിയ മെസ്സേജും കൂടെ എനിക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. പണ്ട് ഒരു 2016 ഒരു 15 സമയങ്ങളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീന്റെ സ്കൂൾ സമയങ്ങൾ മുതലേ പണ്ട് മുതലേ എങ്ങനെയോ വളർന്നു വന്ന സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫ്രൈറ്റൻസി, ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റൻസിയാ. അതായത് ഒരു 4 കമ്പനിക്കാർ 4 ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു രീതിക്കും ആ കുട്ടിക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കഴിവും പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നില്ല. പഠിക്കും, മാർക്ക് വാങ്ങും, പക്ഷെ ഒരിക്കല് ആ കുട്ടീന്റെ ലൈഫിൽ ആ കുട്ടി ഇതേമാതിരി തന്നെ പഠിച്ചിട്ട് നല്ലൊരു പ്രൊഫിഷ്യൻസി, അതായത് നല്ല മാർക്ക് മേടിച്ചാൽ കിട്ടുന്ന, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു അവാർഡ് കിട്ടുന്ന സമയത്ത് ആ കുട്ടി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആനുവൽ ഡേ, അതായത് ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ആ ഒരു എന്ത് കിട്ടി, ഒരു മൊമെന്റോ വാങ്ങാനുള്ള ഒരു അവസരം കിട്ടി. ആ അവസരം ആ കുട്ടിക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞപ്പം ടീച്ചർ പറഞ്ഞ സമയത്ത് ആകെ ബേജാറായി. കാരണം സ്റ്റേജിൽ കയറണം, ഇതുവരെ സ്റ്റേജിൽ കയറിയില്ലേ. സ്റ്റേജിൽ കയറണം എന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്, സ്റ്റേജിൽ കയറാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയാ, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള പേടി. ആ പേടി വെച്ചിട്ട് ആ കുട്ടി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് നിൽക്കുന്ന സമയത്ത് ആ കുട്ടി ഏതോ ഒരു ക്ലബ്ബിലുണ്ടായിരുന്നു. ആ ക്ലബിന്റെ എന്തോ ഒരു ആക്ടിവിറ്റി അന്ന് അവിടെ ഡ്യൂട്ടി, എന്തോ ചായ കൊടുക്കാനോ ബിസ്ക്കറ്റ് കൊടുക്കാനോ ഒക്കെ അവിടെ ഡ്യൂട്ടി കിട്ടിയ സമയത്ത് ഇവൻ ചാടിക്കേറി അതിന് നിന്ന്, എന്നാ പിന്നെ എന്തായാലും ഇന്ന് സ്റ്റേജിൽ കയറണ്ടല്ലോ, എന്നിട്ട് മെല്ലെ ബിസ്ക്കറ്റും ചായയും വിതരണം ചെയ്തതിൽ ആ ഒരു സ്റ്റേജിൽ പേര് വിളിച്ച സമയത്ത് ആ കുട്ടി സ്റ്റേജിലേക്ക് കയറാതെ അതിവിദഗ്ധമായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ആ പരിപാടിയിൽ സ്റ്റേജിൽ കയറാതെ എസ്കേപ്പ് ആയ സന്തോഷത്തില് പിറ്റേന്ന് സ്കൂളിൽ പോയില്ല. അതിന്റെ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് ആ കുട്ടീന്റെ ടീച്ചർ വിളിച്ചിട്ട് ചോദിച്ചു, ഈ എന്താ സ്റ്റേജിൽ കയറാഞ്ഞെന്ന്. ആ കുട്ടി പറഞ്ഞൊരു ഉത്തരണ്ട്, ടീച്ചർ എനിക്ക് പ്രൈസ് കിട്ടിയാൽ മതി, സ്റ്റേജിൽ കയറണം എന്നില്ലല്ലോ, ടീച്ചർ തന്നാലും മതി എന്ന് പറഞ്ഞിട്ട് മെല്ലെ അത് വാങ്ങിയിട്ട് അവിടുന്ന് എസ്കേപ്പ് ആയി. അന്ന് ടീച്ചർ പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ അനക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതിനുള്ള അവസരങ്ങൾ ഈ എന്നെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫിൽ വലിയ വില അതിന് കൊടുക്കേണ്ടി വരുന്നു.
ആ കുട്ടി ഞാൻ തന്നെയാണ്. 14-15 വയസ്സ് സമയത്ത് ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ പോലും സംസാരിക്കുന്ന സമയത്ത് ഒരു രീതിയിലും ഫുള്ളി ഇൻവോൾവ് ആവാൻ മൈൻഡ് സെറ്റ് കിട്ടാത്ത ഒരാള് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കെൽപ്പ് തന്നത് RCM ബിസിനസ് മാത്രമാണ്. RCMലെ ഒരു ഗൂഗിൾ മീറ്റ് ചെയ്തതിന്റെ ഉള്ളിൽ കൂടിയാണ് എന്തും ഏതും ആരോടും വെട്ടിത്തുറന്ന് സംസാരിക്കാനുള്ള മൈൻഡ് സെറ്റ്, എന്തും ആരോടും എത്ര 1000 ആളുകൾ ഇന്നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിലും ആ സ്റ്റേജിൽ കയറിയിട്ട് 1 മണിക്കൂർ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നത് RCM ബിസിനസ് ആണ്. അതിനു വേണ്ടിയിട്ട് എനിക്ക് കെൽപ്പുള്ള ഒരു വിഷൻ തന്നത് RCM ആണ്. എ സ്ട്രോങ് പോസിറ്റീവ് സെൽഫ് ഇമേജ്. നമ്മളെ കുറിച്ചുള്ള ഒരു വിഷൻ, ആ വിഷൻ, ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ്. ഇനി എന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു ലീഡറായിട്ട് നമ്മൾ RCM ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ആ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള പിക്ചർ നമ്മളെ ഉള്ളിൽ വേണം. ഈ ഒരു സംസാരം, ആ സംസാരിക്കാനുള്ള പവർ നമുക്ക് തന്നത് എനിക്ക് ഈ ബിസിനസ് ആണെങ്കിൽ, ആ ഈ ബിസിനസ്സിൽ എത്തുന്നതിന്റെ എത്രയോ മുന്നേ ഈ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനുള്ള ഒരു അവസരം എവിടുന്ന് ആര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ സപ്പോർട്ട് ദ റൈറ്റ് ഹാൻഡ്സ് വാസ് RCM. RCMൽ എത്തിയതിനു ശേഷമാണ് അത് കിട്ടിയത്. അങ്ങനെ ആ ഒരു സെൽഫ് ഇമേജ് എനിക്ക് എന്തായാലും ഈ ഒരു പേടിയെ ഓവർകം ചെയ്യണം എന്നുള്ള പേടിയെ മാറ്റി മറച്ചുകൊണ്ട് ഞാൻ RCM ചെയ്യാൻ തയ്യാറായത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ തയ്യാറായത് എന്റെ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്. എനിക്ക് ആ ഒരു പേടി മാറ്റണം എന്നുള്ളത്. ആ പേടി ഞാൻ മാറ്റി. ഇനി ഓരോ ആളുകൾക്കും RCMന് വേണ്ടിയിട്ട് എന്തും ഏതും ചെയ്യാനുള്ള ധൈര്യത്തോടു കൂടി ഇറങ്ങാനുള്ള സമയമാണ് 2026 മുതൽ. അതിന് സാധിക്കട്ടെ. ഫെബ്രുവരി 1 മുതലെങ്കിലും നമുക്ക് ഓരോ ദിവസവും ഈ ഒരു മന്ത് ക്ലോസിങ്ങും ഈ ഒരു അടുത്ത മാസത്തിന്റെ തുടക്കവും എല്ലാം ഉഷാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടെ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അർജുൻ സാറിനും അതേപോലെ തന്നെ ശ്രീജിത്ത് സാറിനും ഷിജു സാറിനും സെൽവൻ സാറിനും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, സൈനിങ് ഓഫ്, അമൽജിത്ത്.